ഹലോ ഗായ്സ്, പേര് ഇത് വ്ളോഗ്സ് എല്ലാവർക്കും നമ്മൾ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ പുതിയ വീഡിയോക്ക് സ്വാഗതം. അത് തന്നെ ലെറ്റ്സ് പ്ലേ. കുറേ ദിവസമായിട്ട് ഇതാണ് എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം. അതിൻ്റെ പേര് ദേവ വ്ളോഗ്സ് എന്നായിരിക്കണം. പിന്നെ ഒരു ലെറ്റ്സ് പ്ലേ തുടങ്ങണമെന്ന് ആദ്യം സാധിച്ചു. ഞാൻ ലെറ്റ്സ് പ്ലേ തുടങ്ങാൻ പോവാണ്. നാളെ ആകുമ്പോൾ ഇവിടെ ഒരു വീറ്റ് ഫാമും ഇവിടെ എൻ്റെ ബേസും വരുന്നു. നോക്കിച്ചോ, ഇവിടെ വീറ്റ് ഫാം അല്ല, വേണ്ട, ഇവിടെ വീറ്റ് ഫാം. അതെ, ഇവിടെ ഞാൻ ആ തൊട്ട് കാണിച്ചായിട്ട് ഇപ്പം ഒന്ന് തൊട്ടടിക്കുക. അവിടെ വീറ്റ് ഫാമും ഇവിടെ താഴെ എൻ്റെ ബേസും വരും. അത് നാളത്തെ എപ്പിസോഡ് പാർട്ട് 2 വരുന്നതായിരിക്കും. അതൊക്കെ ഐസ്. അപ്പം നമ്മൾ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവുകയാണ്. ആ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് ദേവ വ്ളോഗ്സ്. ഞാൻ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി, എൻ്റെ വെയിറ്റ് ഗെയിം പ്രോ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ തന്നെ പോയി. അപ്പം ഞാൻ എന്തായാലും ഈ ഒരു പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ തുടക്കം കുറിച്ചേക്കുകയാണ്. ഇതാണ് ഞാൻ ഫസ്റ്റ് പിടിച്ച ബ്ലോഗ്. അതുകൊണ്ട് അതിൻ്റെ മണ്ടേര് ഫസ്റ്റ് പൊളിച്ച ബ്ലോഗ് ഇതാണ്. ആദ്യം ഞാൻ ഇത് പൊളിക്കേ, ഞാൻ സെക്കൻഡ് പൊളിച്ച ബ്ലോഗ്, ഫസ്റ്റ് പൊളിച്ച ബ്ലോഗ് ഇതാണ്. അതിൻ്റെ മുന്നിൽ ഡേറ്റും വെച്ച് നമുക്ക് ബാക്കിയുള്ള നമുക്കെന്തായാലും ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നെന്തായാലും വീറ്റ് ഫാം മാക്സിമം പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സാധ്യതയില്ല, കാരണം ഫോൺ തിരിച്ചറിയില്ല. നമ്മൾ ഇന്നെന്തായാലും ഒരു ബേസ്മെൻറ്റോ അങ്ങനെ ബെഡോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ മാക്സിമം നമ്മൾ ശ്രമിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ലെറ്റ്സ് പ്ലേ ആണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ കീപ്പ് ഇൻവെൻട്രി ഓൺ ആക്കിയിട്ടില്ല. അത് നമുക്ക് ഓൺ ആക്കേണ്ട അവസ്ഥ വരും. നമ്മൾ കീപ്പ് ഇൻവെൻട്രി ഓൺ ആക്കിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നല്ല പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു മിനിറ്റ് കീപ്പ് ഇൻവെൻട്രി ഒന്ന് ഓൺ ആക്കിയിട്ടെ. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ദൂരത്തെ നിൽക്കാമെന്ന് വിചാരിച്ചോ, അഥവാ എൻ്റെ ബെഡിൻ്റെ റെസ്പോൺസ് പോയിന്റ് സെറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ ചത്ത് കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, ചത്തുക. അതുകൊണ്ട് ഞാൻ കീപ്പ് ഇൻവെൻട്രി ഓൺ ആക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് എന്തോന്ന് എടാ പട്ടി പോയിട്ട് പോടാ എടാ പാമ്പ് ബോക്സിനെ കൊള്ളാം. അയ്യോ, ബോക്സിനെ കൊല്ലുകയും ചെയ്തു, പിന്നെ ഞാൻ ചാവുകയും ചെയ്യുന്നു. നാശം പിടിച്ച സാധനത്തെ കൊണ്ട് നിൽക്കന്നെ പയ്യേ ഹോസ്പിറ്റലിൽ നിൽക്കട കഴിയും. ഞാൻ തല്ലടാ, ഒരു മനുഷ്യനാടാ ഞാൻ, കടിക്കില്ലേ. ഞാൻ നിന്നെ തല്ലിയത് ആ ബോക്സിനെ നിനക്ക് തല്ലണ്ട. കൊന്നു നമുക്കിനി സ്റ്റിക്കും അതിനൊക്കെ പിക്കാക്സ് മാത്രം ഉണ്ടാക്കിയാൽ മതി. അതൊന്നും വലിയ കുഴപ്പമില്ല. ഈ ഒരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് സ്റ്റോൺ ടൂൾസ്, ആ സ്റ്റോണോടെ എല്ലാം ഉണ്ട്. അവിടെ ഞാൻ അടിയിലേക്ക് പോകണില്ല, ഇവിടെ നിന്ന് തന്നെ കുഴിച്ചെടുക്കുകയാണ്. ഇങ്ങനത്തെ ഒരു ലാൻഡ് എനിക്ക് ആദ്യമായിട്ടാണ്, ഞാൻ ഇങ്ങനത്തെ ലെറ്റ്സ് പ്ലേയിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു ലാൻഡ് കിട്ടുന്നത് ആദ്യമായിട്ടാണ്. ഇങ്ങനത്തെ ലാൻഡ് കിട്ടില്ലെന്ന് വിചാരിച്ചാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും കിട്ടിയത് ഇങ്ങനത്തെ ഒരു ലാൻഡാണ്. ഇപ്പം തന്നെ നിങ്ങൾ എൻ്റെ ഹങ്കർ നോക്കുക, ഹാർട്ട് നോക്കുക. ഹാർട്ട് ഒന്ന് തൊട്ടാൽ പടമാവുന്ന രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം ഞാനിനി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഹങ്കർ കുറയ്ക്കാൻ ഫുഡ് വേണം. ഫുഡാണ് നമ്മുടെ കയ്യിലില്ലാതാനും, ബട്ട് ഫുഡ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം. അതിനുള്ള പരിപാടി നമ്മൾ ചെയ്യും. ബട്ട് പെട്ടെന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കണം. ഒരു ഇതുണ്ടാക്കി നമുക്ക് ആക്സ് ഉണ്ടാക്കാൻ പറ്റൂ. യെസ്, ആക്സ് ഉണ്ടാക്കി. ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ. നമുക്ക് എന്തായാലും പോയി ഷീപ്പിനെ കണ്ടുപിടിച്ച് ഫുഡും കിട്ടും കൂടെ.
തീരക്കുന്നപ്പിൽ ഫുഡൊന്നും കിട്ടില്ല. അര ഹാർട്ടിലാണ് ഗൈസ് ഞാനിവിടെ നിൽക്കുന്നത്. പറയാണ്ട് എൻ്റെ കൈ കെട്ടി ആ പട്ടി കിട്ടുന്ന അടികൊണ്ടിരുന്ന അയ ചെയ്യുകയും അവിടെ വെച്ചില്ലേ. ഓക്കെ, നമുക്കെന്തായാലും പോയിട്ട് ഒരു ഷീപ്പിനെ കണ്ടുപിടിച്ച് ബെഡും ഉണ്ടാക്കാം. അതുപോലെ ഫുഡിനുള്ള ഇതെന്താണ് ഗൈസ് ഇവിടെ ഈ സ്റ്റോം വെച്ചിട്ടുള്ള അതെന്താ നിൽക്കണം പറഞ്ഞു തന്നെ. അതെന്താന്ന് എനിക്കറിയില്ല. നമ്മളെന്തായാലും ഈ വീഡിയോയുടെ ഗോൾ എന്താണെന്ന് വെച്ചാൽ, ഗോളെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഫുൾ ധർമ്മമല്ല, അതൊക്കെ ആകാൻ പറ്റില്ല. നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ നമ്മുടെ എന്താ വീറ്റ് ഫാം ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ബേസിനുള്ള പരിപാടി സെറ്റ് ചെയ്യും. ഒന്നെങ്കിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിൽ ഒരെണ്ണം നടക്കാൻ മിക്ക സാധ്യതയുണ്ട്. കാരണം ഒത്തിരി ലോങ് ആയിരിക്കില്ല, ഒരു 10 മിനിറ്റ് ഉണ്ടാവും. വേഗം നമുക്ക് പോയിട്ട് പണികൾ ചെയ്യണ്ടായിരിക്കും. വേഗം 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 പോയിട്ട് ഇതാരോടെ മരത്തിട്ട് വെച്ച് കഴിഞ്ഞാലല്ലോ വേഗം പോയിട്ട്. അപ്പോൾ അവിടെ ആയിട്ടല്ലേ നമ്മൾ ബേസ് തന്നെ. അപ്പം നമ്മളെന്തിനും ഇങ്ങോട്ട് ഓടി വന്നു വെച്ചാൽ ബേസ് അവിടെ ആയിട്ട് തന്നെ വന്നൊന്നുമില്ല ഗൈസ്. അങ്ങനത്തെ വേറെ വല്ല സ്ഥലത്തും വരാം ഗൈസ്. പിന്നെ ഈ ഒരു കേവ് ഇതിനെ കണ്ടിട്ട് എൻ്റെ MC ഗെയിമറിൻ്റെ ഞാൻ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. MC ഗെയിമറിനെ മിക്കവർക്ക് അറിവില്ലായിരിക്കും, ബട്ട് അങ്ങനത്തെ ഒരുത്തരുണ്ട്, അവൻ്റെ വീഡിയോ ഉണ്ട്. അതിനകത്ത് അവന് കിട്ടിയത് ഇങ്ങനത്തെ ഒരു കേവാണ്. പിന്നെ ഇതിനകത്ത് കോപ്പർ ആർമറോ ആടിയതല്ല, കാരണം ഇത് മൈൻക്രാഫ്റ്റ് അല്ല, മിനി ക്രാഫ്റ്റാണ്. അതുകൊണ്ട് ഞാൻ ഹാർട്ടിൻ്റെ കാര്യം ഓർത്തില്ല, അത് വേറെ കാര്യം. എൻ്റെ അമ്മ, ഇത് ഞാനാ വന്ന് ജനിച്ച അതേ സ്ഥലം. ഞാൻ ആ കല്ലവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ ഉണ്ടാവും. യെസ്, അതവിടെ ഉണ്ട്. ഞാൻ ആ ഫസ്റ്റ് പൊളിച്ച ബ്ലോക്ക് അതവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അതിപ്പോഴും അവിടെ തന്നെ ഉണ്ട്. നല്ല ലാഗും ഉണ്ട് ഫോണിൽ. എൻ്റെ നമുക്ക് സഹിച്ച് കളിക്കാൻ പറ്റില്ല. അത് ഫോണിൻ്റെ ചാർജും ഇച്ചിരി കുറവുണ്ടാവും, ലാഗ് കൂടിയേക്കുന്നത്. നമുക്കെന്തായാലും ഈ വഴി തന്നെ പോകും. കാരണം നമ്മൾ ഫസ്റ്റ് വിളിച്ച ബ്ലോക്ക് ഞാനവിടെ കണ്ടു, ഞാൻ ഇടയിൽ കൂടെ കണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓക്കെ, പിന്നെ ഞാനത് ഇട്ടതാണ്. അത് കണ്ടു. അപ്പം അത് കണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അതുകൊണ്ട് നേരെ പോയതില്ലോ. നേരെ വന്നപ്പോൾ ആ ഒരു ചിക്കനെ കിട്ടി. ചിക്കൻ ഞാനുള്ളതായി. ഇപ്പം നമുക്ക് ഹങ്കറൊന്നും അത്ര കുറയ്ക്കാതിരുന്നാൽ മതി. കാരണം നമ്മൾ ഫുൾ ലൈഫും എന്നെ മറ്റേ ഹങ്കറും ആയല്ലോ. നമ്മളിപ്പോൾ ചത്താരെന്നല്ലേ. നമ്മൾ ഈ ഐസിൻ്റെ ആ മരം കണ്ടതല്ലേ, ഐസിൻ്റെ നമ്മൾ ഇങ്ങോട്ടും കണ്ട് കയറിയപ്പം അല്ല കേവ് കിട്ടിയത്. അതെ അതെ അതെ, എനിക്ക് നല്ല ഓർമ്മയുണ്ട് എനിക്ക്. ഡാമേജായി. ഇനി എനിക്ക് ഹങ്കർ എന്തായാലും മലപ്പുറം ഡാമേജ് ആക്കിയതല്ല, ഇവിടെ ഉണ്ടായിട്ടായിരുന്നുള്ള കേവ്. ഇത് ഇനിയും പോകണം ഗൈസ്. നമ്മൾ ഇന്നത്തെ വീഡിയോ മിക്കവാറും ഇപ്പം തന്നെ വൈൻഡപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഫോണിന് ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ വീഡിയോ വൈൻഡപ്പ് ആക്കും. അതിങ്ങനെ പോയിട്ടില്ല. അയം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ കോളി ആവശ്യമുള്ള സാധനം അവിടെ നമ്മളിവിടെ നമ്മുടെ ഇത് എടുത്തായിരുന്നു. ഏതാ ക്രാഫ്റ്റിൻ്റെ എടുത്തായിരുന്നു, അല്ലെങ്കിൽ ക്രാഫ്റ്റിൻ്റെ ഇവിടെ വേണ്ടി അടുത്തുണ്ടാകും തടിയൊക്കെ വെച്ചുണ്ടാകണ്ടേ. തടി ഞാൻ എടുത്തായിരുന്നു തോന്നുന്നു, തടി ഉണ്ടെന്ന് തോന്നുന്നു. തടി ഇല്ല, 9 ഉണ്ട്. മതി ആ വെച്ച് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. കോള് ഫുള്ള് വാരി എടുക്കുക, കാരണം ശരി കോൾ ഉണ്ടാക്കണം. നമ്മൾ 10 മണ്ടയിലേക്ക് ഇങ്ങനെ ഇടുന്നില്ല, കാരണം അല്ലെങ്കിൽ വെരിഫിക്കേഷൻ കോഡ് സംഭവങ്ങളൊക്കെ ചോദിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ അതിൻ്റെ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്തോ പറ്റിപ്പോയതാണ്. അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ ഒന്നും ചെയ്തില്ല. എന്തായാലും ഇതൊക്കെ ചെയ്തിട്ട് ഗോൾ കിട്ടി. എത്ര ഗോൾ കിട്ടി? 19 ഗോൾ കിട്ടി. ഇത് വെച്ചിട്ട് നമുക്ക് സ്റ്റിക്ക് ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റൂല. സ്റ്റിക്ക് ഇത്ര ഉണ്ടാക്കി 72 സ്റ്റാക്കിന് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ കുത്തി വെച്ചേക്കാം, കാരണം മോക്സ് സ്പോണായിരിക്കാൻ വേണ്ടി അതും കുത്തി വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന അയണ കിട്ടുമല്ലോ. പിന്നെ അതിന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ലൂട്ട് പോകും. അതോർത്ത് പിന്നെ ഒന്നും ഉപയോഗിക്കണ്ട. അതിനെ കീപ്പ് ഇൻവെന്ററി ഓൺ ആയതുകൊണ്ട് തന്നെ അത്രയ്ക്ക് പേടിയില്ല. പിന്നെ റെസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യാൻ മാത്രമില്ല എന്നേ ഉള്ളൂ. പിന്നെ ഫുഡും ഇല്ല, അത് അധികം ഇച്ചിരി പേടിയുള്ളൂ. അതെ ഇത് പൊന്നെ.
ഇപ്പൊ ചത്തനുണ്ട് സത്യത്തിൽ സീരിയസ്ലി അത്രയ്ക്ക് സിറ്റുവേഷനിലാണ് ഈ സിനിമ ബെസ്റ്റ്. അതിന് ഇവിടെ നിന്ന് അങ്ങനെ ഇറങ്ങാൻ നിങ്ങൾ നോക്ക് ഇങ്ങനെയാ പോയിട്ടിരിക്കുന്നത്. താടിക്ക് വെച്ചല്ല നേർന്ന് എനിക്കറിയാമായിരുന്നു. അപ്പം അങ്ങനെ വരാൻ പറ്റുമോ എന്നിനെ വീട്ടിലൊന്നും വിചാരിക്കുന്നു ഇല്ല. വെച്ച് വരാൻ പറ്റില്ലല്ലേ. വെച്ചിട്ട് വരാൻ അതിൽ നമുക്ക് കാണിച്ചാൽ നൈസായിട്ടും ഇരുന്നിട്ടില്ല. ഇങ്ങനെ ബ്ലോക്ക് എന്നിട്ട് നമുക്ക് താഴെ നോക്കാൻ പറ്റൂലല്ലേ. വാട്ടർ ബുക്കിലുള്ള ML ചെയ്യാനും അത് ചെയ്യാനും വേണമെങ്കിൽ കാര്യമാവും. നമുക്ക് താഴെ കറങ്ങണമെങ്കിൽ അവിടെ നമുക്ക് ബ്ലോക്കൊക്കെ പറ്റൂലേ. ഇല്ല ഇച്ചിരിയും കൂടെ താഴേക്കാവുന്നെങ്കിൽ എന്തോന്ന് ഗൈസ് രാത്രിയാവുന്നു ഗൈസ്. അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. നമുക്ക് നാളെ വരാം. നാളെ അല്ല ഇത് വൈകുന്നേരം എപ്പോഴെങ്കിലും ഒക്കെ അടുത്ത എപ്പിസോഡ് വരുന്നതായിരിക്കും. പാർട്ട് 2. അപ്പം എല്ലാവർക്കും ബൈ പോകുന്നു. അതിൽ ചത്തു. കുഞ്ഞു സ്വതയായ എന്തിനാ വേദന സഹിക്കണേ മുട്ട തയ്യം വാങ്ങി തെറ്റോളി കേട്ടോളി. ബൈ